ഹലോ. ഇന്നിതേ വാർക്കയുടെ പുറത്തുനിന്നാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം സോളാറിൻ്റെ അവർ ഫിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നനച്ചേക്കാന്ന് ഓർത്ത് മുകളിൽ കയറിയതാണ്. വെള്ളം ടാങ്കിന് പുതിയ ടാങ്ക് വെച്ചതുകൊണ്ട് അവിടെ ഈ വാർക്കയിലേക്ക് ഒരു ഓസ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പൈപ്പൊക്കെ ഇട്ട് വലിച്ചെടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച് ഈ ചേൻ ടെറസിൻ്റെ മുകളിൽ ടാങ്കിൻ്റെ അടുത്ത് കയറി നിൽക്കുവാണ്. ഞാൻ താഴെ നിന്ന് വലിക്കുന്ന വലിയ ഒരു ഉപകാരവും ഇല്ല എന്നെയും കൊണ്ടെന്ന് അപ്പോഴേ പറഞ്ഞു. വല്ലതും നടക്കുമോ എന്ന് ചോദിച്ചു. അവസാനം ഇല്ലയെന്ന് മനസ്സിലായ ആൾ ബക്കറ്റിൽ ടാങ്കിനകത്ത് നിന്ന് കോരി ഒഴിച്ചു തന്നു. പാവം ജോർജൂട്ടി അത് കൊണ്ട് നനയ്ക്കുകയും ചെയ്തു. ഞാൻ അങ്ങനെ പാവം മാറി നിന്നു. അത് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി വന്നിട്ട് ഇന്നലെ മേടിച്ച മീനുണ്ടായിരുന്നു. അപ്പോൾ ആ മീനെടുത്ത് വേഗം കറി വയ്ക്കാമെന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബീനാമ്മ അത് വേഗം കഴുകി സുന്ദരനൊക്കെ ആക്കി എടുത്തു. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മീൻ കറി വയ്ക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക രുചി. കാരണം എന്നാലും അതിൻ്റെ കഷ്ണങ്ങൾക്ക് നല്ല എരിവ് പിടിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഞാൻ വേഗം കുഞ്ഞുള്ളിയൊക്കെ അരിഞ്ഞ് ഒരു തട്ടിക്കൂട്ടൊന്നുമല്ല കേട്ടോ, നല്ല അടിപൊളി കോട്ടയം മീൻകറി എന്ന് വേണമെങ്കിൽ പറയാം. കോട്ടയമൊന്നുമല്ല കേട്ടോ, ഇത് കൂത്താട്ടുള്ള മണ്ണത്തൂർ മീൻകറിയാണ്. അങ്ങനെ കുഞ്ഞുള്ളിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് ഓർത്തു. പക്ഷേ ഞാൻ പിന്നീട് അത് അരച്ചെടുത്തു. നല്ലൊരു ഇതായിക്കോട്ടെ എന്ന് ഓർത്ത് കുഴമ്പ് പോലെ വരട്ടെ. എന്നിട്ട് ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മസാല എന്ന് പറഞ്ഞാൽ ഫിഷ് മസാല കേട്ടോ, പിന്നെ ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ല മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളത്തിൽ കലക്കി വെച്ചു. പിന്നെ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി ഉലുവ പൊട്ടിച്ചു. കടുക് പൊട്ടിക്കാറില്ല കേട്ടോ, ഇതെന്താണെന്നറിയോ, ഒരു സൂത്രപ്പണിയാണ്. ഇച്ചിരി കായപ്പൊടിയാണ്. ഈ കടുക് പൊട്ടിക്കുന്നതിനോ ഒപ്പം ഇച്ചിരി കായപ്പൊടി ഇട്ട് കഴിഞ്ഞാലേ ഒരു ഉളുമ്പ് ചുവയുണ്ടെങ്കിൽ അത് പോകുമെന്ന് എനിക്കൊരാൾ പറഞ്ഞു തന്നാൽ. ആരാന്നറിയോ, പണ്ട് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെയുള്ള ഞങ്ങൾ ഔട്ട്സൈഡ് സ്റ്റേ ചെയ്ത സമയത്തെ അവിടെ ഉള്ളൊരു ചേട്ടൻ നല്ല അടിപൊളി മീൻകറി വെക്കുമായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തന്നതാണ്. അങ്ങനെ ചേട്ടനല്ല, ചേട്ടൻ്റെ വൈഫൊക്കെയാണ് എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. എന്നിട്ട് ഈ മുളക് പൊടിയും അരച്ച അരപ്പെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിന് ശേഷം മുളക് പൊടി ഇട്ടൊന്ന് വരട്ടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഉപ്പും ഇട്ട് നമ്മുടെ മീൻകറീനെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നല്ല ചൂടുവെള്ളം ഇച്ചിരി അങ്ങ് ഒഴിച്ചു. ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുഴമ്പ് പോലത്തിലാക്കിയിട്ട് ഒന്ന് തിളച്ച് വരുമ്പം നമ്മുടെ കേരക്കൂട്ടന്മാരെ മീൻ കഷ്ണങ്ങളെ പെറുക്കി അതിനകത്തേക്ക് ഇട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കും. അതിനിടയ്ക്ക് ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഉണ്ണിക്കുട്ടൻ ബഹളം വെച്ചപ്പോൾ അമ്മമ്മ ഉറക്കിക്കൊണ്ട് വരുന്ന ഭാഗം കേട്ടോ കണ്ടത്. അത് കഴിഞ്ഞ് മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് അവിടെ ഇട്ട് തിളക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ അടുത്ത പണിക്ക് പോയേക്കാമെന്ന് വിചാരിച്ച് വേഗം മീൻ കറീനെ സെറ്റപ്പാക്കി വെച്ചു. ഇനി അവിടെ ഇരുന്നത് മൂടി വെച്ച് തിളക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനകത്ത് നിന്ന് കുറച്ച് കഷ്ണം മാറ്റി എടുത്ത് വെച്ചിട്ട് ഞാനെന്നാൽ വറുത്തേക്കാമെന്ന് ഓർത്തു. കാരണം ജോർജൂട്ടിക്കും ഉണ്ണിക്കുട്ടനും ഇച്ചിരി വറുത്തതുണ്ടെങ്കിലേ ഒരു രുചി ഇഷ്ടമാവുള്ളൂ. എന്നാൽ അവന്മാരെ എടുത്ത് വറുത്തേക്കാമെന്ന് ഓർത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും ഇച്ചിരി കുരുമുളക്, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു വറക്കൽ, ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആ പുരട്ടി വെച്ചിരുന്ന കുറച്ച് നേരം 5-10 മിനിറ്റ് ആയിരുന്നു പുരട്ടി വെച്ചു. എന്നിട്ട് ശേഷം എടുത്ത് വറുത്തു കേട്ടോ. അപ്പോഴത്തേക്കും മീൻകറിയൊക്കെ തിളച്ച് തുടങ്ങിയായിരുന്നു. അപ്പോൾ അവന്മാരെ അവിടെ സെറ്റാക്കി മാറ്റി വെച്ചു. എന്നിട്ട് ഉച്ചയ്ക്ക് വന്ന് ചോറുണ്ട്. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. എങ്ങോട്ടാണെന്നറിയോ, സിനിമയ്ക്ക് പോവുകയാണ്. ഇന്നത്തെ സിനിമ ഏതാണെന്നറിയോ, ആവേശം. കണ്ടോ, ആവേശം കാണാനുള്ളൊരു ആവേശം കണ്ടോ എല്ലാവരുടെയും. എന്തായിരുന്നു തിരക്കെന്നറിയോ അതിനകത്ത്. ഞങ്ങൾ 2 ചിപ്സൊക്കെ മേടിച്ച് ഒരു കോഫിയൊക്കെ മേടിച്ച് അതിനകത്തോട്ട് കയറി. കണ്ടോ, ആവേശം തുടങ്ങിയതിൻ്റെ ആവേശം എന്നുള്ള ഹെഡിങ് എഴുതിയത് കിട്ടിയില്ല. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്നാൽ റിലയൻസിലൊന്ന് കയറിയേക്കാമെന്ന് ഓർത്തു. ഉണ്ണിക്കുട്ടൻ്റെ ഒരു സോപ്പൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഒരു സ്പെഷ്യൽ സാധനം മേടിച്ചേ. ജോർജൂട്ടി കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു സാധനം, വെക്കേഷൻ ആയപ്പോൾ തൊട്ട്. ജോർജൂട്ടിക്ക് ഇലക്ട്രോണിക്സ് ലൊട്ടിലൊടുക്ക് പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മോട്ടറും ഫാനും ഒക്കെ. അതുകൊണ്ട് ഏതാണ്ട് വെള്ളം ഉണ്ടാക്കാൻ പോകാമെന്നൊക്കെ പറയണ കേട്ടു. വന്ന് ഉപയോഗിച്ച ഉടനെ തന്നെ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണതാണ്. ഫാനൊക്കെ കറക്കി നോക്കണത്. സംഭവം കറങ്ങണുണ്ട്. ഭയങ്കര സന്തോഷമായി പോയിട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ അമ്മച്ചിയല്ല, അപ്പുറത്തെ അങ്ങേ വീട്ടിലെ അമ്മ എന്ന് പറയും. അങ്ങേ വീട്ടിലെ അമ്മയും കൂടെ വന്നിട്ട് ചക്ക വറക്കാനുള്ള അരിയുന്നതാക്കേണ്ടത്. അതെന്തിനാന്ന് പിന്നീട് പറയാം കേട്ടോ. ഉണ്ണിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് സംഭവം. അന്നേരം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ വൈകുന്നേരമായി. അതിനുശേഷം വന്നിട്ട് ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കിയാമെന്ന് വിചാരിച്ച് തട്ടിക്കൂട്ട് കടിയാണ്. ഇച്ചിരി ഗോതമ്പ് പൊടി അമൃതം പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചപ്പാത്തി പോലെ കുഴച്ചെടുത്ത് സവോള വരട്ടിയിട്ട് അതിനകത്ത് ഇച്ചിരി മസാലയൊക്കെ ഇട്ട് കൂടത്തിൽ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊടിച്ചു. കണ്ടോ, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, എന്നിട്ട് ഇതന്നെ വരട്ടി ഇച്ചിരി മസാലപ്പൊടിയും കൂടെ ഇട്ട് അതിന് ശേഷം ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് ഒന്ന് ചിക്കി എടുത്ത്, എന്നിട്ട് ഈ നമ്മുടെ ചപ്പാത്തി പോലെ പരത്തിയെടുത്ത സാധനമില്ലേ, അവനെ എടുത്ത് നമ്മൾ ഉരുളകളാക്കി എടുക്കും. എന്നിട്ട് ആ ഉരുളകൾക്കകത്തേക്ക് ഇവന്മാരെ അങ്ങ് വെച്ചും എന്നിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുത്ത്
ആവിയിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് ഷാലോ ഫ്രൈയും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷാലോ ഫ്രൈ ചെയ്തതിൻ്റെ വീഡിയോ ഇവിടെ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ ഉരുട്ടി നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അവന്മാരെ എല്ലാത്തിനെയും കൂടെ ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തു. വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും ഒന്ന് കടിക്കണമല്ലോ എന്ന് വിചാരിച്ച് മാത്രമേ ഉണ്ടാക്കിയതാട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പേരൊക്കെ സ്വന്തമായി നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം കണ്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ ആവിയിൽ പാത്രത്തോട് കൂടി വെച്ച് ഞാൻ ആവി കയറ്റി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ കഴിഞ്ഞു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഉണ്ണിക്കുട്ടനെ ഇങ്ങനെ കളിപ്പിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നു. അങ്ങനെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യാനും ചാനൽ കാണാനും ലൈക്ക് ചെയ്യാനും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് മുന്നോട്ട് വീഡിയോ ഇടാനുള്ളൊരു ധൈര്യവും അല്ലെങ്കിൽ ഒരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ ടാറ്റാ, നാളെ കാണാം.